ഹാപ്പി ഹാലോവീൻ. ഇന്നതാ October 31. ഇവിടെ ഹാലോവീൻ ആണ്. പക്ഷെ പൊതുവെ നമ്മൾ ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും കാനഡയിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഞാൻ ഹാപ്പി ഹാലോവീൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. പക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോകണം എന്നാണല്ലോ. കാരണം അവരുടെ സ്കൂളിൽ ഉച്ച കഴിഞ്ഞിട്ട് പരേഡ് ഉണ്ട്. അത് എല്ലാ വർഷവും നടത്തുന്നതാണ് കേട്ടോ, ഹാലോവീൻ പരേഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്ക് കോസ്റ്റ്യൂംസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എപ്പോഴും നല്ല കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. ദാ നിക്കണു എന്റെ കുട്ടികള്. റോങ്കുട്ടനെ ആരാ ഇന്ന്? ഫ്രെഡി ഫാസ്ബെയേഴ്സ് അല്ല, ഫ്രെഡി ഫാസ്ബെയേഴ്സിലെ മോണ്ടഗറി ഗേറ്റ് or something like that, right? Yeah, Irutio? Milana Princess. Yay! Cute little one. ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ലൈറ്റിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ദേനാ ഇങ്ങനെ ഇട്ടാ അത് ഫുള്ള് കത്തും. പിന്നെ ദാ ഉടുപ്പിന്റെ ബാക്കിൽ എവിടെയോ ഉണ്ട്. ഇത് ഇന്നങ്ങ് തിളങ്ങും. അസി ഹെയർ തിളങ്ങണു, ഉടുപ്പ് തിളങ്ങണു. എനിക്ക് വയ്യ എന്റെ പൊന്നോ. യാ, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. എല്ലാ കളറും ഉണ്ട് മേത്തിന്ന. യാ, അങ്ങനെ റോണും മൈറും ദാ സ്കൂളിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട്. റോണുവിന്റെ വാല് കാണിച്ചു കൊടുത്തേടാ. റോങ്കുട്ടനൊരു നീണ്ട വാലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്ത് ഗേറ്ററാണെന്ന് അറിയാൻ പാടില്ലല്ലോ. സമയം ഏതാണ്ട് 6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ പതുക്കെ വന്നു തുടങ്ങും. ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞ്. കാര്യം നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും ഇവിടുത്തുകാർ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തുകാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നു കയറുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ട് കാരണം നമ്മളിതാ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പക്ഷെ ഇത് വാതിൽ തുറന്ന് എല്ലാവർക്കും കൊടുക്കാറില്ല പൊതുവെ. നമ്മളിതാ ഇങ്ങനെ ഒരു ബൗളിലിട്ടിട്ട് പുറത്തേക്ക് വെക്കാറേ പതിവുള്ളൂ. അപ്പോൾ അവർ എടുത്തിട്ട് പോയിക്കോളും. പിന്നെ നമ്മൾ Take 2 Take 5 ഒക്കെ നമ്പർ എഴുതി വെക്കുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കുടഞ്ഞിട്ടിട്ട് അവരങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇത് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം. സോ ദാറ്റ് ദേ വിൽ ബി ഹാപ്പി, വി വിൽ ബി ഹാപ്പി അല്ലേ? എന്താലേ ചുമ്മാ സ്നിക്കേഴ്സ് ഉള്ള പാക്കറ്റ് മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം സ്നിക്കേഴ്സ് ഉള്ള പാക്കറ്റ് മേടിച്ചത് കൊണ്ട് ഉള്ള സ്നിക്കേഴ്സ് മുഴുവൻ ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ബാക്കി മിഠായികൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തത്. ഈ പ്രാവശ്യം പക്ഷെ സ്നിക്കേഴ്സ് ഉള്ള പാക്കറ്റ് മേടിക്കാത്തത് കൊണ്ട് എനിക്കൊന്നും ഒളിപ്പിക്കേണ്ടി വന്നില്ല. ബിക്കോസ് ഇതിനകത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്നിക്കേഴ്സും ബൗണ്ടിയും. വേറൊന്നും ഞാൻ കഴിക്കില്ല. ഹാപ്പി ഹാലോവീൻ Take 3. ഹാലോവീന്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിരിക്കും അല്ലേ? അതെ 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 കറക്റ്റ് ആണ്. നമുക്കും പോയാലോ ചായ ഈ വർഷത്തെ ട്രിക്ക് ഓർ ട്രീറ്റിന്? പൊതുവെ നമ്മളങ്ങനെ പോവാറില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പിള്ളേർക്ക് വെസ്റ്റ് എഡ്മണ്ടൺ മോളിൽ എന്തൊക്കെയാണെന്ന് കാണാനുള്ളൊരു കൊതി കൊണ്ട് ഈവൻ ഞങ്ങളും കണ്ടിട്ടില്ല. ഞാൻ 10-16 വർഷമായി കാനഡയിൽ വന്നിട്ട്. പക്ഷെ എന്താണ് ഹാലോവീൻ എന്ന് ലൈക്ക് ട്രിക്ക് ഓർ ട്രീറ്റിങ് അത് അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പോയിട്ടില്ല കാണാൻ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങളും പോരെ ബാ. നമ്മളങ്ങനെ വെസ്റ്റ് എഡ്മണ്ടൺ മോളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ കുറേ പേരുണ്ട് കേട്ടോ. വലിച്ചു തുറക്കങ്ങട് വേണം. ഇവിടെ ആൾക്കാർ നിരന്ന് നിൽക്കും കേട്ടോ ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി. ഹാപ്പി ഹാലോവീൻ. അതൊക്കെ ഹാലോവിൻ ആഘോഷിച്ച ദിവസം നല്ല തണുപ്പായിരുന്നുകൊണ്ട് തന്നെ നല്ലതുപോലെ പനി പിടിച്ചു. ഇതുവരെ അത് മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈകുന്നത്. അപ്പൊ നമുക്ക് ഹാലോവിന്റെ ചെറിയൊരു കഥ കേട്ടാലോ? ഓൾ ഹാലോസ് ഈവ് എന്നതിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണ് കേട്ടോ ഹാലോവീൻ എന്ന് പറയുന്നത്. സാഹ്വൈൻ എന്ന പുരാതന കെൽറ്റിക് ഉത്സവത്തിന്റെ അതേ സമയത്താണ് ഈ ഒരു ആഘോഷവും നടക്കുന്നത്. സാഹ്വൈൻ എന്നാൽ വേനൽക്കാലത്തിന്റെ അവസാനം എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഈ ഹാലോവീൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഭൂമിയും ആത്മാക്കളുടെ ലോകവും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി നേർത്ത് വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് വരുവാനും നമ്മളെ വിസിറ്റ് ചെയ്യാനും കഴിയുമത്രേ. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ആൾക്കാര് മാസ്ക് ഒക്കെ വെച്ച് നടന്നിരുന്നത്. ഈ ഒരു ആഘോഷം കാനഡയിൽ കൊണ്ടുവന്നത് 1800കളിൽ ഐറിഷ് ആൻഡ് സ്കോട്ടിഷ് ഇമിഗ്രൻസ് ആണ് കേട്ടോ. 1927 നമ്മുടെ സ്വന്തം ആൽബർട്ടയിലെ ലെത്ബ്രിഡ്ജിലാണ് ട്രിക്ക് ഓർ ട്രീറ്റ്
എന്ന റെക്കോർഡ് ടേം ഉപയോഗിക്കുന്നത്. 1990കളിൽ മുതിർന്നവർ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. അങ്ങനെ 2023 ആയപ്പോഴത്തേക്കും കാനഡയിലെ കൊമേഴ്ഷ്യൽ സക്സസ് ആദ്യം ക്രിസ്മസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഹാലോവീനാണ് കേട്ടോ. ഹാലോവീൻ ദിവസത്തിൽ ആളുകളും കുട്ടികളും ഓരോ കോസ്റ്റ്യൂംസ് ധരിക്കുക, പംകിൻസ് ഒക്കെ കാഴ്വ് ചെയ്യുക, ഓരോ വീടും പലതരത്തിലുള്ള ഡെക്കറേഷൻസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രിക്ക് ഓർ ട്രീറ്റിന് പോവുക. ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ ഇതൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം ഓരോ ആഘോഷങ്ങൾ മാത്രമായി കണ്ടാൽ, അല്ലെങ്കിൽ ഇതിലെ ഫൺ ഫാക്ടേഴ്സ് മാത്രം എടുത്ത് നല്ല രീതിയിലും നമുക്കിത് ആഘോഷിക്കാൻ സാധിക്കും. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ. ഇതൊക്കെ ആയാലും നമ്മുടെ വെസ്റ്റേൺ ലണ്ടൻ മാളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം ടീ വിട്ടിട്ട് ഒരു കളിയില്ല. നമ്മുടെ ബബിൾ ടീയെ റോയിച്ചിനാണെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ബബിൾ ടീയുടെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വാങ്ങിച്ചപ്പോൾ പിന്നെ നമുക്ക് 4 പേർക്കും കൂടെ മേടിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ നോക്കിയിരിക്കണ്ടേ റോയിച്ചൻ കഴിക്കുമ്പോ. റോയിച്ചിന് വല്ലാണ്ട് ആഗ്രഹമായിരുന്നു ബബിൾ ടീ കഴിക്കണമെന്ന്. അതുകൊണ്ട് റോയിച്ചിന് വേണ്ടി ബബിൾ ടീ ഞാൻ മേടിച്ചു കൊടുത്തു. ഇത് ചിക്കൂസിന്റെ ഓഫർ ആയിരുന്നു ആക്ച്വലി. റോയിച്ചിന് ബബിൾ ടീ മേടിച്ചു കൊടുത്തോളാം എന്ന്. പക്ഷെ ചിക്കൂസ് ഇതുവരെ മേടിച്ചു കൊടുക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് അത് ഞാനങ്ങ് നിറവേറ്റി. എന്റെ അനിയത്തി പറഞ്ഞ വാക്ക് ചേച്ചി അങ്ങ് നിറവേറ്റി. ദേ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ വീണ്ടും ഡെക്കറേഷൻസ്. എന്നാ പിന്നെ അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമുക്കിതൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും അവർ ഇത്ര കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ എങ്കിലും എടുക്കാതെ വന്ന മോശമല്ലേ. അതുകൊണ്ട് മാത്രം ഞങ്ങള് അവിടെ പോയി നിന്ന് സ്പൈഡേഴ്സിനെ വെച്ചതുകൊണ്ട് തന്നെ സ്പൈഡർമാന്റെ കുറെ ആക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് കുറച്ചധികം ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. ഏതായാലും ഫോട്ടോസ് ഒക്കെ എടുക്കുമല്ലേ, എന്നാ പിന്നെ വലയും കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്താണ് കേട്ടോ. ഞങ്ങളിതാ വെസ്റ്റ് എഡ്മണ്ടൺ മാളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം വരുന്ന വഴിക്ക് ഇതാ ഒരു വീട്ടില് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. ഈ വീടിൻ്റെ ദൈവമേ കയറിപ്പോവാമോ എന്തോ. എന്തായാലും ഞാൻ കയറിപ്പോയി എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നതൊക്കെ. ഒരു വലിയ കാട്ട സ്പൈഡർ ഇരിക്കണോയ്ക്ക്. ഓ ഡേ സെറ്റ് കേട്ടോ. നല്ല രസമുണ്ട് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിലും നേരിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാടുന്നു നോക്കിക്ക്. പംകിൻ നൈസ്. പംകിൻ ട്രീ നൈസ്. ഇതെന്താ ഡ്രാഗൺ ആയിരിക്കും അല്ലേ? ദിസ് ഈസ് എ ഡ്രാഗൺ ഐ ഗസ്. തുറക്കണില്ലല്ലോ. ആ തുറന്നു. ട്രിക്ക് ഓർ ട്രീറ്റ്. അയ്യോ. അപ്പൊ നമ്മുടെ ഹലോവിന്റെ ഇവിടെ തീരുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.